കോട്ടയം കുമരകത്ത് നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ കമ്പി മോഷ്ടിച്ച കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായി. 630 കിലോ കമ്പിയാണ് പല ദിവസങ്ങളിലായി മോഷ്ടിച്ചത്. കോൺഗ്രസ് പ്രവർത്തകൻ മരകം സ്വദേശി ബിനോയ് വിശ്വനാഥനാണ് പോലീസിന്റെ പിടിയിലായത്. സനോജ് സുരേന്ദ്രനോട് വിശദാംശങ്ങളുമായി. സനോജ്, ഇപ്പോൾ ഇത്തരത്തിലൂടെ സമരം നടത്തുകയും അതിനോടൊപ്പം തന്നെ അതിന്റെ മറവിൽ ഇത്തരത്തിലൊരു മോഷണം നടത്തുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ദൂരി, ഒരു വശത്ത് സമരവും മറുവശത്ത് മോഷണവും എന്നതാണ് ഇവിടുത്തെ രീതി. കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ഒരാളാണ് ഈ കമ്പി മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. കുമരകത്തെ കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ബിനോയ് വിശ്വനാഥനെയാണ് ഇപ്പോൾ കുമരകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കോണത്താറ്റ് പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം മുതൽ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മരവിപ്പിക്കാൻ അല്ലെങ്കിൽ മന്ദഗതിയിൽ പോകുന്നതിന് വേണ്ടിയുള്ള ഇടപെടലാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ ഈ പാലത്തിൻ്റെ നിർമ്മാണം വൈകിപ്പിക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം പാർട്ടിയുടെ നേതൃത്വത്തിൽ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. ഇതിനിടയിലാണ് കമ്പി മോഷണം പതിവായി നടന്നുകൊണ്ടിരുന്നത്. 630 കിലോ കമ്പിയാണ് പല ദിവസങ്ങളിലായി മോഷണം പോയത്. ഈ മോഷണം പോയതിൻ്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ബിനോയ് വിശ്വനാഥനാണ് ഈ കമ്പി മോഷ്ടിക്കുന്നത് എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ പിടികൂടിയത്. ഇയാൾ പലപ്പോഴും മദ്യപിച്ച് നടക്കുന്ന ഒരാളാണ്. മാത്രമല്ല, ഈ കമ്പി മോഷ്ടിച്ചതിന് ശേഷം ഈ കമ്പി വിറ്റിട്ട് മദ്യപാനം പതിവാക്കിയ ഒരാൾ കൂടിയാണ്. അങ്ങനെയുള്ള ബിനോയ് വിശ്വനാഥനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഈ പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണെങ്കിൽ, കോട്ടയത്തു നിന്നും കുമരകത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട പാതയിലെ ഒരു പ്രധാനപ്പെട്ട പാലമാണ് കോണത്താറ്റ് പാലം. ഈ പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. എന്നാൽ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വേഗതയിൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇത് തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം പലപ്പോഴും നടന്നിരുന്നു. അത് നടപടികൾ നടക്കുകയും ഒപ്പം DCC പ്രസിഡന്റ് നാട്ടക സുരേഷിൻ്റെ നേതൃത്വത്തിൽ ഈ പാലത്തിൻ്റെ നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ഉൾപ്പെടെ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഈ കമ്പി മോഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായത് എന്നതാണ് ഈ വാർത്തയെ ഗൗരവം നൽകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ CPM പ്രവർത്തകർ നമുക്കൊപ്പം പ്രതികരിക്കാനുണ്ട്. ഇപ്പം ഒരു വശത്ത് സമരം, മറുവശത്ത് മോഷണം, എന്താണ് CPM ഈ കാര്യത്തിൽ പറയാനുള്ളത്? CPM സംബന്ധിച്ചിടത്തോളം കുമരകത്തിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി VN വാസവൻ്റെ നേതൃത്വത്തിൽ കോണത്താറ്റ് പാലം പൊളിച്ചു പണിയാൻ തീരുമാനിച്ചതും അതിൻ്റെ തുടർ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. ഈ പണി ആരംഭിച്ച ഘട്ടത്തിൽ പലപ്പോഴായി ഒട്ടനവധിയായിട്ടുള്ള പരാതികൾ കൊടുത്തുകൊണ്ട് പാലം പണിയെ തടസ്സപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. കുമരകം ടൂറിസം രംഗത്ത് അറിയപ്പെടുന്ന നാടാണ്. വലിയ രീതിയിലുള്ള വികസനങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭൂതങ്ങളായ നേതാക്കന്മാർ പലതരത്തിലുള്ള സമരങ്ങൾ കുമരകത്ത് ഈ പാലമണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയിട്ടുണ്ട്. കോട്ടയം DCCയുടെ പ്രസിഡന്റ് നാട്ടകം സുരേഷിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ സമരം നടത്തി. അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ വിളിച്ചുകൊണ്ട് വന്ന് സമരങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ഈ പാലമണി തടസ്സപ്പെടുത്തുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കാരണം കോൺഗ്രസിൻ്റെ കുമരകത്ത് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രവർത്തകരിൽ ഒരാളാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ബിനോയ് വിശ്വനാഥൻ എന്ന് അറിയപ്പെടുന്ന ആൾ. അയാളെക്കൊണ്ട് പാലമണിയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ ഇപ്പോൾ 1800ഓളം കിലോ കമ്പി മോഷണം പോയി എന്നുള്ളതാണ് കോൺട്രാക്ടർ കൊടുത്തിട്ടുള്ള പരാതിയിൽ മേൽ നമുക്കറിയാൻ സാധിച്ചുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ മോഷ്ടാക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കപട രാഷ്ട്രീയം നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകളാണ്. യഥാർത്ഥത്തിൽ ഈ പ്രതിയോടൊപ്പം തന്നെ ഈ കേസിൽ ഈ DCCയുടെ പ്രസിഡന്റിനെ പ്രതി ചേർക്കണമെന്നുള്ളതാണ് CPM സംബന്ധിച്ച് പറയാനായിട്ടുള്ളത്. അതിൻ്റെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉടനെ തന്നെ പാർട്ടി നേതൃത്വവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൽ ഏർപ്പെടുമെന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പണി ബോധപൂർവം വൈകിപ്പിക്കാൻ വേണ്ടിയാണോ ഇത്തരം ശ്രമങ്ങൾ ഈ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണോ നിങ്ങളുടെ ആരോപണം? അത് തന്നെ. കാരണം ഈ അനിശ്ചിതത്വം നേടുന്ന സർക്കാരിൻ്റെതായ ഇടപെടലും കാര്യങ്ങളും നല്ല നിലയിൽ നമ്മുടെ ബഹുമാന്യനായ മന്ത്രിയുടെ ഇടപെടൽ ഈ പാലത്തിൻ്റെ പണിയിലുണ്ടായി. സാങ്കേതികമായ ചില സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് കുറച്ച് നാൾ ആ പാലത്തിൻ്റെ പടിഞ്ഞാറ് കരയിലുള്ള സ്ഥലത്ത് പണിയുന്നതിന് ചില തടസ്സങ്ങളുണ്ടായി. ആ സ്ഥല ഉടമയായി സംസാരിച്ച് ആ തടസ്സങ്ങളെല്ലാം നീക്കിയിട്ടുണ്ട്. അതിലുപരി ഒരു പൊതുജന പ്രവർത്തകരെന്നുള്ള നിലയിൽ ഇവിടുത്തെ കുമരകത്തെ ജനങ്ങളാകെ ഈ പാലത്തെ നല്ല നിലയിലാണ് കാണുന്നത്. പക്ഷേ അതിന് എതിരായി കോൺഗ്രസ്സുകാർ ഈ വികസനത്തെ എതിർക്കുന്നു എന്നുള്ളത് നമ്മുടെ കേരളത്തിലാകെ അവരുടെ നേതാക്കന്മാർ പറഞ്ഞു നടക്കുന്നുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പാലം പണി മുടക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇവർ ഈ സമരം സംഘടിപ്പിക്കുകയും ഇപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകുകയും ചെയ്തിട്ടുള്ളത്? ഇവിടെ സജീവമായ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഈ മണിക്കുട്ടൻ എന്ന് പറയുന്നത്. അവരുടെ വീട്ടുപേര് കുന്നത്തുകളത്ത്.
ബിനോയ്. ആ ആള് ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻതിരയിലുണ്ട്. അവരുടെ പരിപാടികൾ എടുത്ത് പരിശോധിച്ചാൽ അതിൻ്റെ മുൻപന്തിയിൽ നിന്ന് ഇതിനെ നയിക്കുന്ന ആളാണ്. ആ ആളിനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് ഇവരിൽ പെടുന്ന നേതൃത്വം ആർക്കൊക്കെയാണ് അതിനകത്ത് ബന്ധമുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നു. CPIM അത് സംശയിക്കുന്നുണ്ട് ആ കാര്യത്തിൽ. എന്തായാലും ഇതാണ് CPM-ന്റെ പ്രധാനപ്പെട്ട ആരോപണം. കാരണം ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോൺഗ്രസിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഈ പാലത്തിൻ്റെ നിർമ്മാണത്തിലിരുന്ന കമ്പി മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് CCTV-യിൽ കാണുകയും പിടിയിലാവുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പങ്ക് കൂടി ഈ കാര്യത്തിൽ അന്വേഷിക്കണമെന്നുള്ളതാണ് CPM-ന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഓക്കെ, വ്യക്തമാണ് സനോജ്. കോട്ടയം കുമരകത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നിർമ്മാണത്തിലിരുന്ന പാലത്തിന്റെ കമ്പി മോഷ്ടിച്ച കേസിലാണ് കോൺഗ്രസ് പ്രവർത്തകൻ പിടിയിലായിരിക്കുന്നത്. ഏതാണ്ട് 630 കിലോ കമ്പിയാണ് പല ദിവസങ്ങളിലായി മോഷ്ടിച്ചത്. കോൺഗ്രസ് പ്രവർത്തകൻ മരകം സ്വദേശി ബിനോയ് വിശ്വനാഥനാണ് പോലീസിന്റെ പിടിയിലായത്. ഈ ഒരു പാലം പണിയുമായി ബന്ധപ്പെടുത്തി കോൺഗ്രസ് നടത്തിയിരുന്ന സമരങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു പ്രവർത്തകനെ കൊണ്ട് ഇത്തരത്തിൽ ഈ ഒരു കമ്പി മോഷണം നടത്തിയെന്നാണ് CPM നേതാക്കൾ ഇത്തരത്തിലൊരു ആരോപണം കൂടി ഉന്നയിച്ചിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണം സജീവമായി നടന്നുവരുന്നു. സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്.